അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ സംസാര വിഷയം ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള വളരെ പവിത്രമായ ദിനരാത്രങ്ങളാണ്. ആരാധനാകർമ്മങ്ങളിൽ വ്യാപൃതരായി അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിക്കാൻ നാം ഏവരും തയ്യാറാവേണ്ട ദിനരാത്രങ്ങളാണ് ഈ 10 ദിവസങ്ങൾ. ഈ 10 ദിവസങ്ങളെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഖുർആനിൽ പറയുന്നത് നമുക്ക് കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വലയാലിൻ അശ്ർ വശഫ്ഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദീ ഹിജ്ർ എന്ന് തുടങ്ങുന്ന ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട സത്യം ചെയ്യപ്പെട്ട 10 ദിനങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. അതിൽ 9ാമത്തെ ദിവസം അറഫ ദിവസമാണ്. ആ ദിവസം നോമ്പനുഷ്ഠിക്കൽ നമുക്ക് ഏവർക്കും സുന്നത്താണ്. ഹജ്ജ് കർമ്മത്തിൽ ഏർപ്പെട്ട ആളുകൾ അറഫയിൽ സംഗമിക്കുന്ന സമയത്ത് അവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മളെല്ലാവരും നോമ്പനുഷ്ഠിക്കേണ്ടതാണ്. കേരളത്തിലെ വിശ്വാസികൾക്ക് അറഫ ദിനം ഒരു ദിവസം വൈകിയാണ്. കാരണം ഇവിടുത്തെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വെള്ളിയാഴ്ച ദിവസമാണ് അറഫ, ശനിയാഴ്ച പെരുന്നാളും. നേരെ മറിച്ച് വിദേശ രാജ്യങ്ങളായ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരു ദിവസം നേരത്തെയാണ്. അപ്പോൾ അത് നോക്കി അന്നല്ലേ അറഫ, അത് തന്നെയാണ് ഇവിടെയും എന്ന് കരുതിയിട്ട് ആരും നോമ്പനുഷ്ഠിക്കാൻ നിന്നാൽ അത് അറഫയുടെ പുണ്യം കിട്ടില്ല. നേരെ മറിച്ച് 1 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ എപ്പോഴും നോമ്പനുഷ്ഠിക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നോമ്പ് കളായിട്ടുണ്ടെങ്കിൽ അത് കളാ വീട്ടാനുമുള്ള അവസരം കൂടിയാണ് ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനം ഏത് എന്ന് ചോദിച്ചാൽ അത് അറഫ ദിനമാണ്. ഒരുപക്ഷേ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ദിനരാത്രങ്ങളാണ് ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പവിത്രത അത്രയും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും പവിത്രമല്ലാത്ത അല്ലെങ്കിൽ ഒരു ശ്രേഷ്ഠതയുമില്ലാത്ത 10 ദിനങ്ങളെക്കുറിച്ച് അള്ളാഹു സത്യം ചെയ്യില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 10 ദിനങ്ങളിൽ ആരാധനകളിൽ വ്യാപൃതരാവാൻ ആദ്യമായി എന്നോടും രണ്ടാമതായി നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാവരും തുടർന്നും വീഡിയോ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.